എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് വീടിനുള്ളിൽ വെച്ച് കൃഷി ചെയ്യുന്ന രീതിയാണിത്. ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂട്രീഷ്യൻസ് ഫുഡാണ്. ഇതിന് മണ്ണും വളവും കീടനാശിനിയും ഒന്നും അടിക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഇലക്കറികൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളതും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പോപ്പുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മൈക്രോ ഗ്രീൻസ്. ഇത് വീട്ടമ്മമാർക്ക് വരുമാന മാർഗമായിട്ടൊക്കെ കൃഷി ചെയ്ത് വിൽപ്പന നടത്താവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. വാട്ടർ മെത്തേഡും ടിഷ്യൂ പേപ്പർ മെത്തേഡുമാണ് കാണിക്കുന്നത്. ഈ സെയിം രീതിയിൽ മണ്ണിലും ചകിരിച്ചോറിലുമൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കാണിക്കുന്ന മെത്തേഡ് ഫ്ലാറ്റിലും ഹോസ്റ്റലിലും ഒക്കെ താമസിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു രീതിയാണ്. നമ്മുടെ വീട്ടിലുള്ള കടല, ചെറുപയർ, വൻപയർ, കടുക്, ഉലുവ തുടങ്ങിയ ഐറ്റമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കടലയ്ക്ക് സോക്കിംഗ് ടൈം കൂടുതലുള്ളത് കൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. കൂടാതെ നിങ്ങൾക്ക് ഗ്രീൻ പീസ്, ചീരയുടെ വിത്ത്, കോളിഫ്ലവർ, കാബേജ് ഇവയുടെയൊക്കെ സീഡിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സീഡുകളെ എടുക്കാവൂ. കുറച്ച് പഴകിയ സീഡാണെങ്കിൽ എല്ലാം മുളച്ചു വരണമെന്നില്ല. ഈ സീഡുകളെല്ലാം ഞാനൊരു 5-6 മണിക്കൂർ കുതിർത്ത സീഡുകളാണ്. ആദ്യം വാട്ടർ മെത്തേഡ് കാണിക്കാം. ഒന്നെങ്കിൽ ഇതുപോലത്തെ അരിപ്പ നമ്മുടെ വീടുകളിൽ കാണും. ഈ അരിപ്പയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങുമ്പോൾ കിട്ടുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ ജാമിൻ്റെയോ ഐസ്ക്രീമിൻ്റെയോ ഒക്കെ പാത്രം എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ആണിയോ കമ്പിയോ ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് ഇതുപോലെ കൊടുത്താൽ മതി. ഈ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മീതെ ഹോൾസ് ഇട്ട പാത്രം വെച്ച് കൊടുത്താൽ മതി. അതായത് അടിയിലെ പാത്രത്തിലെ വെള്ളം മുകളിൽ വെച്ച പാത്രത്തിൻ്റെ ഹോൾസിൽ കൂടി കയറി വരരുത്. എന്നാൽ ആ ഹോൾസിനെ വെള്ളം ടച്ച് ചെയ്ത് നിൽക്കുകയും വേണം. ഇനി നമുക്ക് കുതിർക്കാൻ ഏതൊക്കെ വിത്താണോ ഇട്ടിരിക്കുന്നത് അതൊക്കെ നിരത്തി കൊടുക്കാം. ഒന്നിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാതെ നികക്കെ നിരത്തുക. എന്ന് വെച്ച് ഒരുപാട് കട്ടിക്ക് മുകളിലോട്ട് നിരത്തരുത്. നേർത്ത ലെയർ പോലെ നികക്കെ നിരത്തുക. അതിനുശേഷം മൂടി വെക്കാം. മൂടിയില്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ അല്പം നനച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ടിഷ്യൂ പേപ്പർ മെത്തേഡ് കാണിക്കാം. ടിഷ്യൂ പേപ്പർ, മണ്ണ്, ചകിരിച്ചോറ് ഇതിലൊക്കെയാണെങ്കിൽ പാത്രത്തിന് ഹോൾസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹോൾസ് ഉള്ള പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ടിഷ്യൂ പേപ്പറാണ് ഇടുന്നതെങ്കിൽ ഇതുപോലെ 5-6 എണ്ണം നിരത്തി വിരിച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പർ നന്നായി നനയുന്ന രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്യുക. അതിനുശേഷം കുതിർത്തു വച്ച സീഡുകളെല്ലാം നിരത്തി കൊടുക്കാം. ഞാനിവിടെ കടുകും ഉലുവയും ടിഷ്യൂ പേപ്പറിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം മൂടി വെക്കാം. ഇപ്പോൾ ഞാൻ കുതിർത്തു വച്ച സീഡുകളെല്ലാം ട്രേകളിൽ നിരത്തിയിട്ടുണ്ട്. ഇനി ഇത് 2 ദിവസം കഴിയുമ്പോൾ ഈ സീഡെല്ലാം മുളച്ച് ഇലകൾ കാണാൻ തുടങ്ങും. ഇനി നമ്മൾ ഇത് അധികം കാറ്റും വെളിച്ചവും ഒന്നും അടിക്കാത്ത ഒരു സ്ഥലത്തേക്ക് 2 ദിവസത്തേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് സീഡ് ഇട്ടതിന് ശേഷം 1 ദിവസം കഴിഞ്ഞതാണിത്. ഇപ്പോൾ നമ്മുടെ സീഡൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വാട്ടർ മെത്തേഡിൽ ചെയ്തത് കണ്ടോ? ഇതിൻ്റെ വേരൊക്കെ പുറത്തോട്ട് ചാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഡെയിലി വെള്ളം മാറ്റി കൊടുക്കും. 2 ദിവസം കൂടുമ്പോൾ മാറ്റി കൊടുത്താലും മതി. അതുപോലെ നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ ഇട്ടിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ 2 നേരവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകരുത്. അല്പം ഈർപ്പം നിലനിന്നാൽ മതി. ഒരുപാട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ സീഡെല്ലാം ചീഞ്ഞു പോകാൻ കാരണമാകും. അതിനുശേഷം വീണ്ടും മൂടി വെക്കാം. ഇപ്പോൾ ഈ കാണുന്നത് 2 ദിവസം കഴിഞ്ഞതാണിത്. സീഡെല്ലാം നന്നായിട്ട് മുളച്ചതിന് ശേഷം അതിൽ നിന്ന് ലീവ്സൊക്കെ പുറത്തോട്ട് ചാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടിനുള്ളിൽ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ മതി. അതായത് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീവ്സിനൊക്കെ നല്ല പച്ച നിറം കിട്ടും. അല്ലെങ്കിൽ ഒരു മഞ്ഞ കലർന്ന ഒരു നിറമായിരിക്കും ലീവ്സിന് കിട്ടുക. അതിനായിട്ട് കിച്ചൺ ഏരിയയിലുള്ള ജനാലകളുടെ അടുത്തോ അല്ലെങ്കിൽ സിറ്റൗട്ട് പോലെയുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ഈ കാണുന്നത് 3 ദിവസം കഴിഞ്ഞതാണ്. കുറച്ചുകൂടി ലീവ്സൊക്കെ വളർന്നിട്ടുണ്ട്.
ഇപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് വീടിനുള്ളിൽ ഗ്രില്ലിട്ടിരിക്കുന്ന സ്ഥലത്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുവാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പുറത്തുനിന്ന് അടിക്കുന്ന വെട്ടം മാത്രമേ ഇതിനുള്ളിലുള്ളൂ. ആ വെട്ടത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ഈ കാണുന്നത് 4 ദിവസം കഴിഞ്ഞതാണ്. ചെറുപയറിൻ്റെയും വൻപയറിൻ്റെയും മൈക്രോഗ്രീൻസ് ഏകദേശം വളർച്ചയായിട്ടുണ്ട്. എന്നാൽ ടിഷ്യൂ പേപ്പറിൽ വളരുന്നത് കുറച്ചുകൂടി താമസം വരും. അതുകൊണ്ടാണ് 2 രീതിയിൽ കാണിക്കുന്നത്. ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞു. വാട്ടർ മെത്തേഡിൽ ചെയ്തത് നമുക്ക് മുറിച്ചെടുക്കാം. കുറച്ച് കടുകും വാട്ടർ മെത്തേഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും റെഡി ആയിട്ടുണ്ട്. 2 തൊട്ട് 4 ഇഞ്ച് നീളം തണ്ടിന് വരുന്ന സ്റ്റേജാണ് കഴിക്കാൻ ഏറ്റവും നല്ലത്. ടിഷ്യൂ പേപ്പറിൽ ഇട്ടതിൻ്റെ വളർച്ച പൂർത്തിയായിട്ടില്ല. ഒരു 2-3 ദിവസവും കൂടി വേണ്ടി വരും. ഇനി നമുക്ക് പാകമായ മൈക്രോഗ്രീൻസ് മുറിച്ചെടുക്കാം. വേരിൻ്റെ മുകളിൽ വെച്ച് മുറിച്ചെടുക്കാം. പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ വേരോടെ കഴിക്കുന്നവരും ഉണ്ട്. നമ്മൾ അങ്ങനെ കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ട് വേരിൻ്റെ മുകളിൽ വെച്ചാണ് മുറിച്ചെടുക്കുന്നത്. വേരോടെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിത് മണ്ണിലും പുറത്തും ഒന്നും വെച്ചല്ല ഇത് വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരൊക്കെ നല്ല ഫ്രഷാണ്, ഒട്ടും അഴുക്കില്ല. ഇനി നമുക്കിത് വെച്ച് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. മൈക്രോഗ്രീൻസിൻ്റെ ഒട്ടും ഗുണം നഷ്ടപ്പെടാതെ കഴിക്കാൻ പറ്റുന്നത് പച്ചയായിട്ട് ഇതേപടി കഴിക്കുന്നതാണ്. വേവിക്കാതെ സാലഡായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് തോരൻ വെക്കാനും സൂപ്പിൽ ചേർക്കാനും സാമ്പാർ, പരിപ്പ് തുടങ്ങിയ കറികളിലൊക്കെ ചേർക്കാം. സൂപ്പിലും സാമ്പാറിലും ഒക്കെ ചേർക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് മാത്രം ചേർക്കുക. അതിൻ്റെ ഗുണം നഷ്ടപ്പെടാതെ ഇരിക്കും. കുട്ടികൾക്കൊക്കെ ഓംലേറ്റിലൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. കൂടാതെ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി കഴുകിയെടുക്കാം. അതിനുശേഷം ഇത് വെച്ചുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡും ഓംലേറ്റും ബുൾസയും കാണിക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്ഥിരമായിട്ട് എടുക്കുന്ന വെജിറ്റബിൾസ് ഇതൊക്കെയാണ്: സബോള, മത്തങ്ങ, തക്കാളി, കുക്കുംബർ, ക്യാരറ്റ്. ഇത്രയും 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മൈക്രോഗ്രീൻസ് 2 മുറിച്ചിടുന്നേ ഉള്ളൂ. നമ്മൾ ഡെയിലി ഉള്ള ഭക്ഷണത്തിൽ, അതായത് ദോശമാവിലോ ചപ്പാത്തി മാവിലോ കറികളിലോ ഒക്കെ ഇത് 1-2 പിടി വീതം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അയൺ ഡെഫിഷ്യൻസിയുടെ കുറവ് നികത്താൻ സാധിക്കും. അതുപോലെ 8 മാസം പ്രായമുള്ള കുട്ടികൾക്ക് അരച്ച് ചേർത്ത് കൊടുക്കുന്നത് മുതൽ പ്രായമായവർക്ക് വരെ ഒരുപോലെ കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുരുമുളകും നാരങ്ങാനീരും ചേർത്ത് മിക്സ് ആക്കിയാൽ മൈക്രോഗ്രീൻ സാലഡ് തയ്യാറായി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ ചേർത്ത് മിക്സ് ആക്കാവുന്നതാണ്. ഇത് ജിമ്മിൽ പോകുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ വളരെ നല്ല സാലഡാണ്. ഡെയിലി ഒരാൾ മാക്സിമം 20 ഗ്രാം മൈക്രോഗ്രീൻസ് കഴിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് മൈക്രോഗ്രീൻസിനെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഓംലേറ്റ് തയ്യാറാക്കാം. സാധാരണ നമ്മൾ ഓംലേറ്റ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. അതിലേക്ക് എക്സ്ട്രാ മൈക്രോഗ്രീൻസ് ചേർക്കുന്നതേ ഉള്ളൂ. 2 മുട്ട അടിച്ചെടുത്തതിലേക്ക് കുറച്ച് സബോള, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇവ പൊടിയായി അരിഞ്ഞതും, കുറച്ച് തേങ്ങ ചിരകിയതും, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ മൈക്രോഗ്രീൻസും, അല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് മിക്സ് ആക്കാം. നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ അല്പം എണ്ണ ഒഴിച്ച് ചുറ്റിച്ച ശേഷം മുട്ട മിശ്രിതം ഒഴിച്ച് ഈവനായിട്ട് സ്പൂൺ വെച്ച് നിരത്തി കൊടുക്കാം. അതിനുശേഷം ഒരു 30 സെക്കൻഡ് മീഡിയം ഹീറ്റിൽ വേവിക്കാം. അതിനുശേഷം തുറന്ന് മറിച്ചിട്ടതിന് ശേഷം ഒരു 10 സെക്കൻഡ് കൂടി വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എഗ് ഓംലേറ്റ് തയ്യാറായി. ഇനി നമുക്കൊരു ബുൾസൈ കൂടി ഉണ്ടാക്കാം. പാനിൽ അല്പം എണ്ണ ഒഴിച്ച് ചുറ്റിച്ച ശേഷം 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മീതെ കുറച്ച് മൈക്രോഗ്രീൻസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കടുകിൻ്റെ മൈക്രോഗ്രീൻസ് ആണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഹീറ്റിൽ ഇട്ടതിന് ശേഷം 10 സെക്കൻഡ് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മൈക്രോഗ്രീൻസ് വെച്ചുള്ള ബുൾസൈ റെഡി ആയിട്ടുണ്ട്.
മൈക്രോഗ്രീൻസ് എന്താണെന്നും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും പറയാം. അതിനു മുമ്പ് ഒരു ചെടിക്ക് 4 സ്റ്റേജുകളാണ് ഉള്ളത്. നമ്മൾ ഒരു സീഡിനെ കുതിർത്ത് മുളപ്പിച്ച് 2 ഡേയ്സിനുള്ളിൽ കഴിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇതിനെ സ്പ്രൗട്ട് എന്ന് വിളിക്കുന്നത്. ഈ സ്പ്രൗട്ട് ചെയ്തതിനെ കുറച്ചുകൂടി ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ 7 to 10 ഡേയ്സിൽ വളർത്തി 2 പ്രായത്തിൽ കഴിക്കുന്നതിനെയാണ് ഈ മൈക്രോഗ്രീൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ചെടി 15 മുതൽ 22 ദിവസം വരെ വളർന്ന് കുറച്ചുകൂടി ഇലയ്ക്കും തണ്ടിനുമൊക്കെ വലിപ്പം വെക്കുന്ന സ്റ്റേജാണ് ബേബി ഗ്രീൻസ് എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് 1 മാസം മുതൽ 2 മാസം വരെ വളർച്ചയായ ചെടിയെയാണ് പൂർണ്ണ വളർച്ചയെത്തിയ ചെടി അഥവാ അഡൽട്ട് ഗ്രീൻസ് എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മൾ സാധാരണ കറി വെച്ച് കൂട്ടുന്ന ചീരയില, പയറിൻ്റെ ഇലയൊക്കെ. നമ്മൾ സാധാരണ കഴിക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ ഇലക്കറിയുടെ 40 ഇരട്ടിയോളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും നമുക്ക് ലഭിക്കാൻ ഗുണകരമായിട്ടുള്ളത് ഈ മൈക്രോഗ്രീൻ സ്റ്റേജിലാണ്. അതിൽ ധാരാളം അയൺ, ഫോളിക് ആസിഡ്, സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ കാലറി വാല്യൂ വളരെ കുറവായതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും PCOD, തൈറോയിഡ്, അതുപോലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. ക്യാൻസർ രോഗികൾക്ക് മൈക്രോഗ്രീൻസ് ചേർന്ന ഫുഡുകൾ കഴിക്കുന്നത് അവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധശക്തി കൂട്ടുന്നതിനും ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയോട് ശരീരം നന്നായി പ്രതികരിക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ഫാസ്റ്റായിട്ടും കരുത്തോടെയും വളരുന്നത് വാട്ടർ മെത്തേഡ് അഥവാ ഹൈഡ്രോപോണിക് മെത്തേഡാണ്. അതായത് ഒരു സീഡ് മുളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സ് എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് സൺലൈറ്റ് ആയിരിക്കും. അതുപോലെ അതിൻ്റെ വേരുകൾ വെള്ളത്തിൻ്റെ പ്രസൻസ് ഉള്ള ഭാഗത്തേക്ക് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. ഒരു സിമ്പിൾ ബയോളജിയിൽ നിന്നാണ് ഹൈഡ്രോപോണിക് സിസ്റ്റം എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. വൺസ് റൂട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നനവുള്ള ഭാഗത്തേക്ക് വളരുകയും താഴെയുള്ള വെള്ളത്തിൽ ടച്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്യും. ഈ ഒരു മെത്തേഡ് നമുക്കൊരു ഇനിഷ്യൽ കെയർ മാത്രം കൊടുത്താൽ മതി. വിത്തിന് വളരാനുള്ള എല്ലാ ന്യൂട്രിയൻസും വെള്ളത്തിൽ നിന്ന് കിട്ടും. ഇതാണ് ഹൈഡ്രോപോണിക് മെത്തേഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ്. അപ്പോൾ മണ്ണും വളവും കീടനാശിനി ഒന്നും അടിക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഇലക്കറികൾ ദിവസവും കഴിക്കാൻ പറ്റുന്നത് നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.